ഹലോ ഗൈസ്, ഇന്നെൻ്റെ മമ്മാസിൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ. ചെന്നൈക്ക് ഞങ്ങൾ കുറച്ച് അലങ്കാര പണികളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ തൊട്ടാലും പൊട്ടിക്കുന്ന ഒരു ടീമാണ് കേട്ടോ അത്. അതിൻ്റെ ക്ഷീണം മാറ്റി നമ്മളൊരു ബിസ്ക്കറ്റ് തിന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് വന്നു കേട്ടോ. ഉസ്താദ് ഉയർക്കണിടയിൽ ആൾ കാര്യമായിട്ട് എന്തോ എണ്ണാണ്. വീട്ടിൽ കൊണ്ടുപോകാൻ വല്ല പ്ലാനുണ്ടോ ആവോ. പിന്നെ മമ്മാസ് നമുക്ക് എല്ലാവർക്കും ലഡു തന്നു കേട്ടോ. എൻ്റെ ലഡു കൊണ്ടില്ല ഓട്ടാട്ടോ ഗൈസ് അത്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ കുറ്റം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു കുറച്ച് നേരം അങ്ങനെ ഇരുന്നുണ്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കട്ലേറ്റൊക്കെ തിന്നു. എൻ്റെ താത്തയാണ് കേട്ടോ ഈ അലങ്കാരപ്പണീൻ്റെ ഒക്കെ മെയിൻ ലീഡ്. ആ പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ അത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അയൽവാസികളും ഒക്കെ വന്നു കേട്ടോ. അപ്പുറത്ത് പള്ളിയായതുകൊണ്ട് തന്നെ നമ്മൾ ജുമ കഴിയാൻ വേണ്ടി കാത്തു നിന്നു കേട്ടോ. ജുമ കഴിഞ്ഞേക്കിന് ആൾക്കാരൊക്കെ വരലടങ്ങി. ഉസ്താദിനെ നമ്മൾ കാത്തു കിട്ടോ. അത് മുറിച്ചുള്ളിൽ കയറണമല്ലോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ജുമ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നു. പിന്നെ ഉസ്താദോട് പ്രസംഗിച്ച് കഴിഞ്ഞ് നമ്മൾ നാട് മുറിച്ചു കേട്ടോ. എന്നിട്ട് ഉള്ളിൽ കയറി മമ്മാസ് എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്തു കേട്ടോ. ലഡു മാത്രമല്ല കേട്ടോ, മുട്ടായി നമ്മൾ കൊടുത്തിട്ടോ. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ചെയ്യുന്നു കേട്ടോ. ഗൈസ്, ഷുഗർ കട്ട് എടുത്തതിന് ഞാനാട്ടോ 6ാമത്തെ ലഡു ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ മുതലും ഷുഗർ കട്ട് എടുക്കാമല്ലോ. എൻ്റെ മമ്മാസിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ ഗൈസ് ഇത്. ഈ പാവക്കുട്ടിനെ എവിടെ കൊണ്ടുവച്ചാലും ഗൈസ് എവിടെ വെച്ച് അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് ഇങ്ങോട്ട് വരും കേട്ടോ. ഗൈസ്, നമ്മളെ കടയിൽ എന്തൊക്കെയാ വെച്ചാൽ സ്റ്റേഷനറി ഐറ്റംസ് സോപ്പൊക്കെ അല്ലേ കേട്ടോ. 6 ലഡുകൾക്ക് ശേഷം നമ്മളൊരു ബിരിയാണിയും കൂടി പാസ്സാക്കിയിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ.